സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അടക്കമുള്ളവരാണ് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തുന്നത്. അതേസമയം UGC ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നിലവിൽ 750 കോടി രൂപ വിതരണം ചെയ്തു എന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വസ്തുതാ വിരുദ്ധമെന്ന് കോളേജ് അധ്യാപകർ പറയുകയാണ്. ഇതിൽ പ്രതികരണവുമായി കോളേജ് അധ്യാപകരും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ നിന്ന് S. നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് MK വിനോദുമാണ് നമ്മളോടൊപ്പം വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഡൽഹിയിലേക്ക് നന്ദൻ, ഈ പ്രതിഷേധ നാടകം ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. ഈ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് വാസ്തവ വിരുദ്ധമായാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് കേരളത്തിലെ പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം എടുത്തു പറഞ്ഞതും ഈ ഒരു രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ വീഡിയോ സന്ദേശത്തോടുകൂടി അല്പസമയം മുമ്പാണ് ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം അവസാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MLA-മാർ, അതേപോലെ തന്നെ MP-മാർ, അതേപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി സ്ഥിരം മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന പദങ്ങൾ, അല്ലെങ്കിൽ സ്ഥിരം മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെ ഉപയോഗിക്കുന്ന പദങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതായത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്, ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധം നിലനിർത്താനുള്ള ചരിത്ര സമരമാണ് ഇന്ന് ജന്തർ മന്ദറിൽ നടന്നതെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. അതേപോലെ തന്നെ GST നഷ്ടപരിഹാരം മനഃപൂർവ്വം വൈകിക്കുന്നു, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചു. അതേപോലെ തന്നെ 3 കുറവുകളാണ് കേന്ദ്രം വരുത്തുന്നത്. ഒന്ന്, രാജ്യത്തിന്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാന വിഹിതം കുറയ്ക്കുന്നു. ഒപ്പം തന്നെ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടപരിധി കുറയ്ക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം ഈ നേട്ടങ്ങളുടെ പേരിൽ വിഹിതം കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് തുടങ്ങിയ നിരവധി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ വേദിയിൽ ഉന്നയിച്ചത്. ഒപ്പം മുഖ്യമന്ത്രിക്ക് പുറമെ CPI-യുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതേപോലെ തന്നെ CPI-യുടെ D. രാജ അടക്കമുള്ള നേതാക്കളും പ്രസംഗവുമായി രംഗത്തെത്തി. ഏതായാലും കൃത്യമായി കേന്ദ്രം ഇതിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഈ വിഷയം നേരത്തെ സുപ്രീം കോടതിയുടെ പരിധിയിൽ വന്നതാണ്. സുപ്രീം കോടതിയിൽ കൃത്യമായി തന്നെ കേന്ദ്രം നിലപാട് വ്യക്തമാക്കി. അതായത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ മോശമാണെന്ന വിവിധ ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കടമെടുപ്പ് പരിധി നിശ്ചയിച്ച് നൽകിയെങ്കിലും കേരളം അതിൽ കൂടുതൽ കടമെടുക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അതായത് കിഫ്ബി, അതേപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്, ഈ കമ്പനി വഴി വലിയ രീതിയിലുള്ള തുക വായ്പ എടുക്കുന്നു. ഇത് ബഡ്ജറ്റിന്റെ പരിധിയിൽപ്പെടാത്തതിനാൽ തന്നെ ഇത് കൃത്യമായി തന്നെ മറ്റ് ജനങ്ങളോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ആരും തന്നെ അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അങ്ങനെ വലിയ രീതിയിലുള്ള കടമെടുപ്പാണ് കേരളം നടത്തിയിട്ടുള്ളത്. ഇതിന് കേരളത്തിന്റെ വലിയ രീതിയിൽ കേരളത്തെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കോടതി കൃത്യമായ കണക്കുകൾ സഹിതമാണ് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇനി വീണ്ടും കേരളത്തിന്റെ കേസ് വീണ്ടും 13-ാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ്. കേരളത്തിന്റെ വാദങ്ങളെ കേന്ദ്ര സർക്കാർ നേരിട്ടത് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഉള്ള കണക്കുകൾ ഓരോന്നും നിരത്തിയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു കോടതിയിൽ ഉയർത്തിയിരുന്നത്. അതായത് 2020 മുതൽ 2024 ജനുവരി വരെ നികുതി വിഹിതമായി നൽകിയ തുകയുടെ കണക്ക് പുറത്തുവിട്ടു. അങ്ങനെ 2020-21 11,560 കോടിയും 21-22 17,820 കോടിയും 22-23 18,260 കോടിയും അതേപോലെ തന്നെ ഈ 2024 ജനുവരി വരെ 15,789.76 കോടി ഇങ്ങനെ നികുതി വിഹിതമായി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ ഗ്രാന്റുകൾ നൽകിയ അതിന്റെ കണക്കുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത വാദമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കേരളത്തിന് മുന്നിൽ മറ്റ് പോംവഴികളില്ല. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുവാൻ മറ്റ് ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ സംസ്ഥാന സർക്കാരിന് മുന്നിലില്ല. മറിച്ച് കേരളത്തിന്റെ തന്നെ മിസ്ബിഹേവിംഗ് കൊണ്ട്
സംഭവിച്ച അല്ലെങ്കിൽ ധനപ്രശ്നം അല്ലെങ്കിൽ ട്രഷറി അല്ലെങ്കിൽ കെടുതി അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ സംസ്ഥാന സർക്കാരിന് മുന്നിൽ മറ്റു പോംവഴികളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കേന്ദ്ര സർക്കാരിന്മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തന്ത്രം മാത്രമായിരുന്നു ഇന്ന് ഈ ജന്തർ മന്ദറിൽ നടന്നത് എന്നുള്ള ആക്ഷേപമാണ് BJP ഉയർത്തുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തെത്തി കേരളത്തിന് നൽകിയ കണക്ക് ഓരോന്നും വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി V മുരളീധരനും കഴിഞ്ഞ ദിവസം ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. അതായത് 10 ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചുകൊണ്ടായിരുന്നു V മുരളീധരൻ രംഗത്തെത്തിയത്. ഇങ്ങനെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെല്ലാം ഓരോന്നായി കേന്ദ്ര സർക്കാർ പൊളിച്ചെടുക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റു കോമഡികളില്ലാതെയാണ് ഈ സംസ്ഥാന സർക്കാർ MLA-മാരെയും അതേപോലെ തന്നെ MP-മാരെയും മന്ത്രിമാരെയും ഒക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ സമരത്തിനെത്തിയത് എന്നുള്ള വാദമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ശരി നന്ദൻ, ഇനി MK വിനോദിലേക്കാണ്. വിനോദ്, 2 കാര്യങ്ങൾ, 2 വിഷയങ്ങൾ. അതിൽ ഒന്ന്, പ്രതിപക്ഷം ഈ സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തെയൊക്കെ ഇവിടെ നിന്ന് എതിർത്ത് പറയുകയാണ്. വ്യക്തമായി കണക്കുകൾ സഹിതമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നത്. ഇന്നും വിവിധ UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ വിധത്തിൽ തന്നെ പിണറായി സർക്കാരിൻ്റെ ഈ പ്രതിഷേധ നാടകത്തിനെതിരായി സംസ്ഥാനത്ത് രംഗത്തെത്തിയിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ കേരളത്തിലെ ധനപ്രതിസന്ധി കാരണം കേന്ദ്രം എന്നാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ വാദം. പക്ഷേ അങ്ങനെയല്ല, സ്വയം വരുത്തിവെച്ച പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ പഴിചാരുക മാത്രമാണ് കേരളം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് വ്യാജമാണ്, നുണയാണ്. കേരളത്തിലെ നികുതി പിരിവ് പരാജയമാണ്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ശ്രമമാണ് കേരള സർക്കാരിൻ്റേത്. പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരാണിത്. ഈ സർക്കാരാണ് ഇவ்விധമുള്ള നാടകവുമായി ഡൽഹിയിലെത്തിയിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ LDF സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരം നാടകമാണ് എന്ന് BJP പറഞ്ഞാൽ വേണമെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം. അത് അവർ രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ അവർക്കെതിരായ സമരം നടത്തുന്നത് കൊണ്ട് പറയുകയാണെന്ന്. പക്ഷെ കേരളത്തിൽ ശക്തമായി പറയുന്നത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ്. അപ്പോൾ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, UDF കൺവീനർ MM ഹസൻ, ഇവരെല്ലാം പറയുകയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഡൽഹിയിൽ പോയി നടത്തുന്ന സമരം കപടമാണ്. കാരണം കേന്ദ്രം ഈ പറയുന്ന തുകയൊന്നും ഇങ്ങോട്ടേക്ക് കൊടുക്കാനില്ല എന്നുള്ളതാണ് പറയുന്നത്. 57,800 രൂപയുടെ കണക്ക് എവിടെ നിന്ന് ഉള്ളതാണ് എന്ന് ഇവർ ചോദിക്കുന്നു. തെറ്റായ വിവരങ്ങൾ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്കൊപ്പം സമരത്തിന് പോകാതിരുന്നത് എന്നുകൂടി പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ പറയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നതിൻ്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നടത്തുന്ന സമരം കപടമാണ് എന്ന് BJP പറയുന്നതിനുപരിയായി കൂടുതൽ ശക്തമായി പറയുന്നത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ നേതാക്കളാണ്. അതുകൊണ്ട് CPM-ന്റെ നേതാക്കൾ ഇതൊക്കെ കേട്ടാൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് BJP-യോട് താല്പര്യപൂർവ്വം സംസാരിക്കുന്നു, സുരേന്ദ്രനെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ പ്രതിപക്ഷം പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് മനസ്സിലാകും. കാരണം കേന്ദ്രം തുക നൽകാനുണ്ട്, ഞങ്ങൾ ഇതെല്ലാം സഹിച്ചു കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത, UGC അധ്യാപകരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 2016 മുതൽ 2019 വരെയുള്ള ശമ്പള പരിഷ്കരണം, അതിനുവേണ്ടി 750 കോടി രൂപ കോളേജ് അധ്യാപകർക്ക് നൽകി എന്നാണ് ഡൽഹിയിൽ ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്ന് കണ്ണൂർ സർവകലാശാലയിലെ സെനറ്റ് അംഗവും കോളേജ് അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ ഷിനോ P. ജോസ് അടക്കമുള്ള അധ്യാപകർ അതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. 1 രൂപ പോലും ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി സർക്കാർ നൽകിയിട്ടില്ല. 1500 കോടി രൂപയാണ് ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി നൽകേണ്ടത്. ഇത്രയും തുക സംസ്ഥാനം നൽകിക്കഴിഞ്ഞാൽ ഈ നൽകിയതിന്റെ കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകണം. അങ്ങനെ നൽകുമ്പോൾ അതിൻ്റെ പകുതി തുക കേന്ദ്ര സംസ്ഥാനത്തിന് നൽകും. അതാണ് വ്യവസ്ഥ, അതാണ്. പക്ഷേ 1 രൂപ പോലും കൊടുക്കാതെ പറയുകയാണ് 750 കോടി രൂപ കൊടുത്തു. കഴിഞ്ഞ മാസം കേരളത്തിലെത്തിയ കേന്ദ്ര ധനമന്ത്രി ഡോക്ടർ നിർമ്മല സീതാരാമൻ പറഞ്ഞത് എന്താണ്? ഒരു കണക്കും സമർപ്പിച്ചിട്ടില്ല. ഈ നൽകിയ അല്ലെങ്കിൽ കോളേജ് അധ്യാപകർക്ക് പണം നൽകി എന്ന് പറഞ്ഞതിൻ്റെ ഒരു കണക്ക് പോലും സമർപ്പിക്കാതെ വെറുതെ ബെഡായി അടിക്കുകയാണ്. ഒരു പൈസ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. ഇങ്ങനെ കള്ളത്തരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവരുടെ MLA-മാരും നേതാക്കളും എല്ലാം നിരന്തരം കള്ളത്തരമാണ് പറയുന്നത്. അത്തരം കള്ളത്തരങ്ങളാണ് ഇന്ന് ഡൽഹിയിൽ ആവർത്തിച്ചത്. ആ കള്ളത്തരങ്ങളാണ് പ്രതിപക്ഷ നേതാക്കളും
അതുപോലെ തന്നെ കോളേജ് അധ്യാപകരും പൊളിച്ചടുക്കുന്നത്. അനു. ശരി വിനോദം നന്ദനമാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും അല്പസമയം മുമ്പ് ഈ പ്രതിഷേധം ഡൽഹിയിൽ അവസാനിച്ചു. ജന്തർ മന്ദിറിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും MLA മാരും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി തുടങ്ങിയവരൊക്കെ ആ പ്രതിഷേധ നാടകത്തിൽ പങ്കെടുത്തിരുന്നു, അണിനിരന്നിരുന്നു. അല്പസമയം മുമ്പ് പ്രതിഷേധം എന്തായാലും അവസാനിച്ചിരിക്കുകയാണ്.